الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قد كان لكم آية في فئتين التقطا فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യ സത്യവിശ്വാസി വിശ്വാസിനിമാരെ സഹോദര സഹോദരിമാരെ അല്ലാഹുവേ നിയമ നിർദ്ദേശന അവൻ്റെ വിധിവിലക്കുകൾ ജീവനത്തിലെ എല്ലാ സന്ദർഭത്തിലും സൂക്ഷിച്ചിട്ട് ഇനിയുള്ള ആയുസ്സിലെ ഏറ്റവും നല്ല തഖ്വത്തൊಟ್ಟಿಗೆ മുന്നൽಕೊಂಡು ಚಂತ ಸ್ವಂತ ನಫ್ಸರೆ ಮರಕಾಂಟು ಹುಡುಗಿಯದಾಯಿ ಓರೋ ಸತ್ಯವಿಶ್ವಾಸಿ ವಿಶ್ವಾಸಿನಿಮಾರೊಟ್ಟಿಗೆ ನಾನು ವಸಿಯತ್ತಾಕಿ ಉಂಟುಳ್ಳೆ ಉಪದೇಶ ಹಾಕಿ ಉಂಟುಳ್ಳೆ അല്ലാഹു സുബ്ഹാനഹു തആല ആ നിലക്ക് ജീവിക്കുകയും നിങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ಪರಿಶುದ್ಧ റമളാൻ തിങ്കളുടെ നോമ്പുരെ ഏറ്റവും നല്ല തഖ്വത്തൊಟ್ಟಿಗೆ അനുഷ്ഠിക്കുകയും അമലുസ്സാലിഹാത്താക്കും റബ്ബ് സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ.
ಪರಿಶುದ್ಧ റമളാൻ തിങ്കളുടെ പോണഞ്ചി നോമ്പു കഴിഞ്ഞിട്ട് 16ാമത്തെ നോമ്പുകു കാലെടുത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പാതി റമളാന്റെ പാതി ആദ്യത്തെ 10ഉം രണ്ടാമത്തെ 10രെ പാതിയും കഴിഞ്ഞു പോയിട്ട് ഇനി ഒരു 14 അല്ലെങ്കിൽ 13 നോമ്പ് മാത്രമായി തിക്കറ് ഞങ്ങളിൽ നിന്ന് അവശേഷിച്ചിട്ടുള്ളൂ. ഒരു സത്യവിശ്വാസി ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടത്, ആലോചിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു തആല നോമ്പുలు നേടിയെടുക്കുക ഉദ്ദേശിച്ചതായി ലക്ഷ്യ എയിം ഈ പോണഞ്ചി 4 കൊണ്ടുത്തു ഞങ്ങളെ കൊണ്ടുത്തു അത് പൂർത്തിയാക്കുക സാധിച്ചിറച്ചಂತ ഒരു പുനരാവലോകന നടത്തേണ്ടതായ ഒരു സന്ദർഭമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെട്ടതുപോലെ വിശുദ്ധ ഖുർആനിൽ എന്തരായിത്തിക്കറ് നോമ്പ് കൊണ്ടുത്തു ഉദ്ദേശിച്ചത്, സത്യവിശ്വാസിക്ക് നോമ്പുలు ഉണ്ടാവേണ്ടതായ ക്വാളിറ്റി അത് നേടിയെടുക്കുക ഞങ്ങളെ കൊണ്ടുത്തു സാധ്യമായിരച്ചത് ഒരു ആത്മപരിശോധന പ്രതി ഓരോരുത്തരും നടത്തേണ്ടതുണ്ട്. എന്തായിത്തിക്കറ് നോമ്പുരെ ലക്ഷ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് പടിവാട്ടി തന്നത് ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ ഉള്ളവരായ ഒരു വിഭാഗമായിട്ട് നിങ്ങൾ തീരണം. നോമ്പൊരു ലക്ഷ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പടിവാട്ടിയത് ഒന്ന് മാത്രം, ലഅല്ലക്കും തത്തഖൂൻ. അത് ഞങ്ങളെ ജീവനത്തിൽ പാലിക്കുക ഈ റമളാൻ കൊണ്ടുത്തു സാധിച്ചെങ്കിൽ ಅವನು ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ತಆല പടിവാട്ടിയതായ ലക്ഷ്യವನ್ನು പൂർത്തീകരിച്ചിര, അവന്റെ സഫലമായിട്ട് നോമ്പ് പൂർണ്ണമായിട്ട് അത് നമുക്ക് നേടിയെടുക്കുക ഞങ്ങളെ കൊണ്ടു സാധിച്ചില്ല എങ്കിലോ അവന് ഏറ്റവും മോശപ്പെട്ടവനായിട്ട് ഈ റമളാനിൽ കഴിഞ്ഞു പോവാൻ അതിൽ സംശയമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പടിവാട്ടി തന്നതായിട്ട് നോമ്പുര ലക്ഷ്യം അത് പൂർത്തീകരിക്കും. നോമ്പുര ലക്ഷ്യമായിട്ട് നമുക്ക് അല്ലാഹു റസൂൽ പടിവാട്ടി തന്നത് തഖ്വയായിട്ടിക്കറ ഒരു തിന്മ കാണുമ്പത്തുകു തന്റെ ജീവിതത്തിൽ പോണെന്ന് തിങ്കള് ನಾನು ഒരു തോന്നിവാസിയായിട്ടിന്നെ, ഞാനൊരു വ്യഭിചാരിയായിട്ടിന്നെ, അല്ലെങ്കിൽ ನಾನು ഡോങ്കിയാക്കറവനായിട്ടിന്നെ, പല ഹറാമായ കാര്യങ്ങൾ ನಾನು ചെയ്തുകൊണ്ടിരുന്ന ആക്കിക്കൊണ്ടിരുന്നെ. നോമ്പ് വന്നപ്പ നക്കതിരെ പിടിച്ചു നിൽക്കുക നണ്ട കൊണ്ടു സാധിച്ചെങ്കിലും ഹറാമായ തിന്മരെ ബെടക്കത്തര നന്റെ മുന്നൽ കടന്നു വർമ്മത്തുക അതിൽ മാറി നിണ്ടെത്ത് ಇನ್ನೀ ಸಾಯಿಮುನ್ ಚಂತ ನಾನು ನೋಂಬುಗಾರ ಚಂತ ಮಾರಿ ನಿಕ್ಕವು ನಗಲ ಕೊಂಡೊತ್ತು ಸಾಧಿಸೆಂಟಾಯೆಂಗಲು ಅವನು ಯಥಾರ್ಥ ಲಕ್ಷ್ಯ പൂർത്തീകരിച്ചവനായിത്തിക്കറ. ഇല്ലെങ്കില് അതാ അവನು നശിച്ചു പോയത് തന്നെ ആയിത്തിക്കറ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടിവാട്ടിത്ത റുബ്ബ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ, അനക്ക് പട്ടിണിയല്ല മാറ് വേറൊന്നും കിട്ടിത്തില്ല. ഈ റമളാൻ പോണഞ്ച് കടന്നു പോകുമ്പത്തുകൂ ഞങ്ങളുടെ ജീവനത്തില് ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല. ഒരു ചൂടടിച്ചിട്ട് ശക്തമായ ചൂടൊരു തലതിരിഞ്ഞിട്ട് ഭൂലകൂ ഞങ്ങൾക്കുള്ള ആ സാഹചര്യം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന ടൈമില് പട്ടി നിൽക്കുമ്പോഴത്തേക്കു പൈച്ച് നിൽക്കുമ്പോഴത്തേക്കു അതാ മഗ്‌രിബിനെ ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്കു തിന്നകു ഗതിയില്ല മാറ് ജീവന നടത്തുകൂ ഞങ്ങളെ കൊണ്ടു സാധ്യമായിട്ടില്ല. ഒരു നാള് പോലും പട്ടിണിയായിട്ട് കടന്നു പോയിട്ടില്ല. അല്ലെങ്കിൽ
ഒരു വർഗീയ കലാപത്തിന്റെ പേരിൽ, യുദ്ധത്തിന്റെ പേരിൽ അതാ റമദാനില് നോമ്പെടുക്കൂ ഞങ്ങളെ കൊണ്ടൊത്തു കഷ്ടായിട്ടില്ല, ഭാരി ഈസിയിലായിട്ട് പോയി ഉണ്ടല്ലേ. ഒരു പ്രയാസവും ഞങ്ങളെ കൊണ്ടൊത്തു നോമ്പ് കൊണ്ടൊത്തു ഞങ്ങൾക്കുണ്ടായിട്ടില്ല അല്ലെ. ഭാരി സുഖത്തിലായിട്ട് ഞങ്ങൾ പോയി ഉണ്ടല്ലേ. നല്ല ചൂട് പറമ്പൊത്തുകൂ അതാ ഏസിയുടെ അടിയില് ദച്ചിത്ത്, അതുപോലെ ഏസിയിൽ ബന്ത് നിണ്ടെത്ത് നിസ്കരിക്കുക ഞങ്ങൾക്കുണ്ട് സൗകര്യമുണ്ടോ. മോന്തിಗೆ നോമ്പ് തുറക്കുമ്പോഴത്തേക്കു ഒരു 5-6 ബഗ ഫ്രൂട്ട്സ് ഇല്ലണ്ടായെങ്കിൽ, എണ്ണല് കാച്ചതായ വസ്തു ഇല്ലണ്ടായെങ്കിൽ നമുക്ക് നോമ്പ് തുറക്കുക മടിയായിട്ടിക്കറ്. അത് നോമ്പ് പോലായിത്തീരില്ല. 5-6 ഫുഡ് നമുക്ക് വേണോ അല്ലെ. ഭാരി സുഖത്തിലായിത്തിക്കറ ഞങ്ങ സഹോദരന്മാരെ മനസ്സിലാക്കും. ഇതെന്തും ഇല്ലാത്ത നല്ല സുഖത്തിൽ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തക്കുവ കൂടിത്ത്, ഭയഭക്തി കൂടിത്ത്, നോമ്പെടുക്കുമ്പോഴത്തേക്ക് ഞങ്ങളെ ഈമാൻ കൂടിയത്, ഞങ്ങൾക്ക് നിസ്കരിക്കുക സാധിച്ചത്, ഖുർആൻ ഓതുക ഞങ്ങളെ കൊണ്ടു സാധ്യമായത്, നല്ല തക്കുവ ഞങ്ങൾക്ക് ഭയഭക്തി ഉണ്ടു. ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ല, ലഭിക്കില്ല, പട്ടിണിയായിട്ടിക്കറ്, രായത്ത് പ്രയാസമുണ്ടു, ബുദ്ധിമുട്ടു ഇന്നുണ്ടായെങ്കിൽ ഞങ്ങളെ ഈമാന് ഇണ്ടുള്ള ഈമാൻ ഞങ്ങൾക്ക് അണ്ടിക്കുക ചെന്ന് പരിശോധനാക്കനായിട്ടിക്കറ്. റമദാനിലെ പോണെന്ന് കലിഞ്ഞു പോകുമ്പോഴത്തേക്കു, ബദറിന്റെ ദിനത്തിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കു ഞങ്ങൾക്ക് ഉണ്ടാവേണ്ടത് പട്ടിണി വർമ്മത്തുകു, പ്രയാസ വർമ്മത്തുകു, ഒരു യുദ്ധം വർമ്മത്തുകു ഞങ്ങളെ ഈമാൻ എത്രമാത്ര ദൃഢമായി തിക്കു ചെന്തായിട്ടിക്ക് പരിശോധനാക്കുന്നതായിട്ട് അല്ലെ. എത്രയോ ആൽമാർ ഇണ്ടും ഈ പരിശുദ്ധ റമദാൻ തിങ്കളിൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചതിന്റെ പേരിൽ നിസ്കരിക്കുക പോലും സാധിക്കാമാറ് ഇണ്ടും ഞങ്ങളെ റായത്ത് നടന്നുകൊണ്ടിരിക്കുന്നു ചെല്ലുമ്പോഴത്തേക്കു അത് വിദൂരമല്ല, ദൂരമല്ല, ഞങ്ങളെ റായത്ത് എന്തു പണ്ടില്ലാണ്ട് വിചാരിക്കണ്ട അല്ലേ. അത് ഉത്തരാഖണ്ഡില് അല്ലേ, അല്ലെങ്കിൽ യുപിയിലല്ലേട്ട് വിചാരിക്കണ്ട. അത് ഏത് സന്ദർഭത്തിലും ഞങ്ങളെ റായത്തുക്ക് വരവ് സാധ്യത ഉണ്ടു. ആ ഒരു സന്ദർഭം വന്നിട്ടായെങ്കിൽ ഒരു വിശ്വാസിരെ ഈമാന എത്ര ദൃഢമായിട്ടിക്കൂ അണ്ട് ഞങ്ങൾക്ക് ഈ ഈമാനും ഈ ശക്തിയും ഈ തൗഹീദും ഉണ്ടാവാ ചെന്ന് ഒന്ന് ആത്മപരിശോധന ആക്കുന്നതായ ഒരു സമയമായി തിക്കറ്. റമദാൻ കടന്നു പോകുമ്പോഴത്തേക്കു അത് വിദൂരമല്ല അല്ലെ. കഴിഞ്ഞ വാർത്ത നിങ്ങൾ കേട്ടോണ്ടുള്ള തറാവീഹ് നിസ്കരിക്കുക പോലും സമ്മതിക്കാത്ത ഒരു ജനവിഭാഗ ഫാസിസ്റ്റ് വർഗത്തിൽ ആൽമാർ വന്നോണ്ടുള്ളാറ്. ഞങ്ങളെ പിന്നാലെ ഉണ്ടു ആൽമാർ, മനസ്സിലാക്കുന്നു. തറാവീഹ് നിസ്കരിക്കുക പോലും അല്ലെ. ഈ റമദാൻ തുടങ്ങിയിട്ട് 4 സന്ദർഭത്തിലായിട്ട് 4 പ്രാവശ്യമായിട്ട് യുപിയിലല്ല ഇത്തരത്തിലുള്ള സംഭവം നടന്നോട്ടുള്ളേ. വിശ്വാസിമാർ നോമ്പെടുക്കുക പ്രയാസപ്പെടുന്നതായി, അങ്ങനെ വിശ്വാസത്തിനെ ചോദ്യം ചെയ്തതായി ആ പ്രവർത്തനം നടന്നോണ്ടുണ്ടു. അവിടെയായിട്ടിക്കറ് ഞങ്ങളെ ഈമാനുക പ്രസക്തിയുള്ളത്. അണ്ടത്തെ സന്ദർഭത്തില് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടായെങ്കിൽ നമുക്ക് ജമാഅത്ത് പറകു ഞങ്ങളെ കൊണ്ടു സാധ്യാവുക. അണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടായെങ്കിൽ നോമ്പെടുക്കുക ഞങ്ങളെ കൊണ്ടു സാധ്യാവുക. അവിടായിട്ടിക്കറ് അല്ലാഹു തഖ്വയെ പരിശോധനാക്കുക, ഞങ്ങളെ ഈമാന്റെ പരിശോധനാക്കുക. അവിടായിട്ടിക്കറ് ആ സന്ദർഭത്തിലായിട്ടിക്കറ് അല്ലാഹുവേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത് ഇന്ന മിൻ വറാഇകും അയ്യാമൻ, അത് വിദൂരമല്ല. അല്ലാഹുവേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന പൽക അത് വിദൂരമല്ല, ദൂരമല്ല, മുട്ടമണുണ്ടു. ഇന്ന മിൻ വറാഇകും അയ്യാമൻ, നിങ്ങളുടെ ബാക്കില് കുറേ നാളുണ്ടു, കുറേ നാൾ വരകുണ്ടു. അസ്സബ്റു ഫീഹിന്ന മിസ്ലൽ ഖബ്ലി അലൽ ജംർ, കയ്യില് തീക്കട്ട പിടിക്കുന്നത് പോലെ ആയിരിക്കും അത്ര പ്രയാസമുണ്ട്. ഒരു ദീനനുസരിച്ച് ചെയ്യണോ, ദീനും ഉണ്ടാവില്ല ഒട്ടിಗೆ. ഇണ്ടത്തെ ഈമാനും തഖ്വയും നോമ്പും എന്നും ഉണ്ടാവലുണ്ട്. ನಾನು ಮುಸ್ಲಿಮು ಚಂತ ನಡಕಬಹುದು ನೋಡಬಹುದು ಸಾಧ್ಯ ಆವಲ್ಲ. ಅತ್ತರ ಪ್ರಯಾಸ ಪಡ್ರದಾಯಿ ಒಂದು 4 ಬರಗುಂಡು ನಿಂಗೆ ನಿಗಳ ಬ್ಯಾಕ್ಕಲೇ ಉಂಟು.
വന്നോട്ടുണ്ട് സഹോദരന്മാരെ, മനസ്സിലാക്കണോ? അണ്ടത്തെ നാൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ല് ഇണ്ട് ഞങ്ങൾ സുഖമായിട്ട് ജമാഅത്ത് വന്ന് നിസ്കരിക്കുക അണ്ട് സാധ്യമാവല്ലേ? ഔത്രുങ്ക വഞ്ചിതച്ചോണ്ടിക്കുവാണ് ഈമാന്റെ ദുർബലത ഉണ്ടാവൂ, പേടിയുണ്ടാവൂ nugu അല്ലെ? ജമാഅത്ത് നിസ്കാരത്തിനൊന്നും പറയല്ലേ, ഈത്തികാഫിന് പള്ളിയിൽ എത്തുക പോലും പേടിയാവും. ഇണ്ടും ചില ജാഗ്യയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ അത്തരത്തിലുള്ള വർഗീയ കലാപങ്ങൾ നടന്നതായ ജാഗ്യലും പള്ളിയുള്ള കാലിൽ ചെല്ലാർ ഗുജറാത്തിക്ക് പോയിട്ടായെങ്കിൽ അവർക്ക് അനുഭവം ചെല്ലതായ ആൾമാറും ഇണ്ടും ചില പള്ളിക്ക് പോകും പേടിക്കുന്നതായ ആൾമാറും. അങ്ങനെയുള്ളതായ സന്ദർഭത്തിലൂടെ ഈമാൻ അല്ലാഹു പരിശോധനാക്കര للعامل فيهن مثل أجر 50 رجلا يعملون مثل عملكم. അണ്ടത്തെ നാളില് ഈ ഒരു പ്രയാസത്തിലെ നാളില് ബുദ്ധിമുട്ടുള്ള നാളില് അണ്ട് അമലെടുക്കുറവും അണ്ട് ഈത്തികാഫ് എടുക്കുറവും ജമാഅത്തുക്ക് ಬಂದವನು നോമ്പ് തുറക്കുറവನು നോമ്പ് പിടിക്കുറവನು ದಾನಧರ್ಮ ಹಾಕಿರೋನು ಸೋಷಿಯಲ್ ವರ್ಕ್ ಹಾಕಿರೋನು അണ്ടത്തെ അമലാക്കിറവനുകൂ നിങ്ങളെ കൂട്ടത്തില് 50 ആൾമാര് പ്രവർത്തിച്ചതായ കൂലിയുണ്ട്. 50 ആള് സ്വഹാബത്തിനെ നോക്കി ചെല്ല് 50 സ്വഹാബത്ത് നിങ്ങളെ കൂട്ടത്തില് ഇബാദത്തെടുത്തിട്ടാണെങ്കിൽ എത്ര പ്രതിഫലമുണ്ടോ അവനക്ക് അത്ര പ്രതിഫലമുണ്ട്. അണ്ടത്തെ ഒരാളുക്ക് ഒരു മനുഷ്യന് ഒരു വിശ്വാസിക്കുണ്ടു. സ്വഹാബത്തിലെ സംശയായിട്ട് അല്ലാഹുവിന്റെ റസൂലേ അജ്റു 50 മിന്നാ ഔ മിൻഹും ഞങ്ങളുടെ കൂട്ടത്തില് സ്വഹാബിമാരെ പ്രതിഫലം കിട്ടുക. സ്വഹാബിമാർക്ക് അത്ര സ്ഥാനമുള്ളൂ, ഞങ്ങളെ പോലെ എന്തുമല്ല. അങ്ങ് വീണ്ടും ഉറപ്പിക്കറേ ഞങ്ങളെ പോലത്തെ 50 സ്വഹാബത്തിന് കൂലി കിട്ടുക ഒരാൾക്ക്. അതല്ല അവിടുത്തെ അണ്ടത്തെ കാലത്തെ 50 ആളാക്കിയ പ്രവർത്തനത്തിന് കൂലി കിട്ടുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അജ്റു 50 മിൻകും സ്വഹാബത്തിനെ നോക്കി ചെല്ല് നിങ്ങളുടെ കൂട്ടത്തിൽ 50 സ്വഹാബത്ത് പ്രവർത്തിച്ചിട്ടായി എത്ര കൂലി കിട്ടുക അത്ര കൂലിയായി നിൽക്കുക. അണ്ടത്തെ കാലത്തെ വിശ്വാസിക്ക് കിട്ടുക പോണ്ടത് സ്വഹാബത്തിന്റെ സ്ഥാനം ചെല്ലേണ്ട ആവശ്യകതയില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ത അങ്ങ അല്ലാഹുവിന്റെ മാർഗത്തില് അല്ലെ ഒരു പിടി ദാനാക്കിയോ നിങ്ങ ഉഹുദ് മലരത്ര അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉഹുദ് മലരത്ര ഗുഡ്ഡരത്ര ബംഗാറ് ചെലവാക്കി തിന്നെങ്കിലും സ്വഹാബത്ത് ഒരു പിടി ചെലവാക്കിയതിൽ സമാനമാവല അത്ര ഫറക്കുണ്ടു. ഞങ്ങളും സ്വഹാബത്ത് അങ്ങ് ഒരു പിടി ചെലവാക്കിയും നിങ്ങളൊരു കുട്ട ബംഗാറ് ചെലവാക്കണം അതിന് സമാനാവട്ടെ സമാനാവില്ല ചെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാട്ടിട്ടുണ്ട്. ആ സ്വഹാബത്തിലെ പ്രവർത്തനത്തിന് ഇബാദത്തിന് കൂലിയായിട്ടിക്കറ ഇത്തരത്തിലുള്ള സാഹചര്യത്തിലുള്ളത് ഒരു വിശ്വാസിക്ക് പ്രയാസം ഉണ്ടാവുമ്പോഴത്തേക്കു ശക്തമായ പരീക്ഷ ഉണ്ടാവുമ്പോഴത്തേക്കു നോമ്പെടുக்கிறവನು ഇബാദത്തെടുக்கிறവನು ആ ഒരു ഈമാൻ നമുക്ക് വേണോ. ആ ഒരു 6 ಬಂದೆങ്കിലും ഉള്ളതായ ബദരീങ്ങളിൽ നിന്ന് പഠിക്കുള്ളത് അതായിത്തിക്കറ്. അങ്ങനെ ഈമാൻ ഗട്ടിയായിട്ടിന്ത് ദൃഢമായിട്ടിന്ത് ഏത് ശത്രു വന്നെങ്കിലും എത്ര വലിയ യുദ്ധ സന്നാഹങ്ങളെങ്കിലും അങ്ങനെ ഈമാന്റെ മുന്നലതെല്ലാം ചെറുതായി പോയിട്ട് അല്ലാഹു പരീക്ഷിക്കറാണ്. അങ്ങനെ ഈമാന്റെ പരീക്ഷിക്കറേ വെറുതെ അങ്ങ് വിടില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ചെന്നതുപോലെ മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീസ മിനത് ത്വയ്യിബ്. വിശ്വാസിമാരെ കൂട്ടത്തില് അല്ലാഹു ഞങ്ങളെ വെറുതെ വിടില്ല. ഹത്താ യമീസൽ ഖബീസ മിനത് ത്വയ്യിബ് നല്ല ആൽമാറും വെടുക്ക് ഖബീസായ ആൽമാറും ആറ് ചെന്ന് വേർതിരിക്കാമാറ് നിങ്ങളെ വെറുതെ വിടില്ലനാണ്. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഞാൻ എടുക്കരുത്. നല്ല ആൽമാറുള്ള ഇണ്ടത്തെ ഈമാനെന്തും അണ്ടുണ്ടാവല ഒരു പ്രയാസം ഉണ്ടാവുമ്പോഴത്തേക്ക് ഞങ്ങ ഭാരി നല്ല രൂപത്തിൽ നോമ്പെടുത്തോണ്ടുള്ള ഒരു പ്രയാസ പർമ്മത്തുകു ഒരു രോഗപർമ്മത്തുകു ഒരു ബുദ്ധിമുട്ട് പർമ്മത്തുകു കഠിനമായ പരീക്ഷണ പർമ്മത്തുകു ആ ഒരു ഈമാനും തക്കുവയും ഇണ്ടുല്ലേ ഭയഭക്തിയും തക്കുവ
അല്ലെ ദുർബലമായി പോവും. പഠിച്ചോണ്ട് അങ്ങനെ സഹായിക്കില്ലേ അല്ലെ, പഠിച്ചോണ്ടങ്ങനെ സഹായിക്കില്ലേ ചെന്ന് പഠിച്ചോണ്ടനെ കൈവിട്ടു തനക്കിന് ദീനേ വേണ്ട ചെന്ന് പോണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാവൂ. അണ്ട് ദീനിൽ ഉറച്ചു നിൽക്കുന്നതായ ആൽമാറ് ഏറ്റവും നല്ല ശക്തമായിട്ടുള്ള ഈമാന്റെ ആൽമാറായി തിക്കറ് അല്ലെ. അല്ലാഹുവേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട സ്വഹാബത്ത് കൊണ്ട് എന്തായി തിക്കറ് കഠിനമായ പരീക്ഷണായി തിക്കറാൻ അനുഭവിച്ചിട്ടുണ്ട്. അല്ലാഹുവേ റസൂലിനെ മുട്ട ബണ്ടത് അങ്ങനെ ശരീരത്തെ കാട്ടിയായി തിക്കറ്, അങ്ങനെ കയ്യില് തൽവാറ് കൊണ്ട് തൂനതായ ആ ചെടിയായി തിക്കറ് രക്ത ഒലിച്ചോണ്ടുണ്ടു അല്ലെ. അങ്ങനെ ശരീരത്തിന് ഓരോ ഭാഗവും വിച്ഛേദിച്ചിട്ടുണ്ടു. അല്ലാഹുവേ റസൂലിനെ മുട്ട ബണ്ട അലാ അല്ലാഹു റസൂലേ തസ്തൻസിറു ലനാ അലാ തദ്ഉല്ലാഹ ലനാ. അല്ലാഹു റസൂലേ നമുക്ക് നിങ്ങൾ ദുആർക്കില്ലേ, അല്ലാഹു റസൂലേ നമുക്ക് വേണ്ടി നിങ്ങൾ സഹായത്തെ കേൾക്കില്ലേ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിട്ട് ನಾನು ಸಹಾಯ ಕೇಳ್ಕರ ಚಿಂತಿಲ್ಲ, ನಾನು ಅಲ್ಲಾಹರೊಟ್ಟಿಗೆ ಸಹಾಯ ಕೇಳ್ಕರ ಚಿಂತಿಲ್ಲ. ಬಂದದಿಗೆ ಎಲ್ಲಾತಕ್ಕೂ ರಿಪ್ಲೈ ಹಾಕಿತ್ತಿಲ್ಲ. ಅಲ್ಲಾಹುರೇ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാട്ടി കൊടുക്കുറു. മുന്നലത്തെ ആൽമാർ കഴിഞ്ഞു പോയി ചരിത്ര പടിപാട്ടി കൊടുക്കുറു. അവിടെ ആ സ്വഹാബത്തിനെ നോക്കിട്ട് പടിപാട്ടി കൊടുക്കുറു. സബറാക്കോ, നിനക്ക് വിജയമുണ്ട്, സബറാക്കോ. ಅಂಕ ಚರಿತ್ರ ಪಡಿಬಾಟಿ ಕೊಡ್ಕರು, ಪರಿಹಾರ ಪಡಿಬಾಟಿ ಕೊಡ್ಕುಲ್ಲ. ಚರಿತ್ರ ಪಡಿಬಾಟಿ ಕೊಡ್ತು ನಿಂಗಲೆ ಕಾಂಟಿ മുന്നൽ കഴിഞ്ഞുപോയതായി വിശ്വാസിമാറ് അങ്ങനെ അതാ മണ്ണില് നിപ്പാട്ടിത്ത് തൽവാറെടുത്ത് ഗർഗാസെടുത്ത് തലരെ മേലിൽ വെച്ചിട്ട് രണ്ട് ഭാഗാക്കി വിട്ടുറാറങ്ങനെ. ഈ വിശ്വാസിക്ക് അല്ലാഹു റസൂൽ പടിപാട്ടി കൊടുക്കുറ, ക്ലാസ് എടുത്ത് കൊടുക്കുറേ അല്ലേ. ഇന്നത്തെ ആൽമാറ് ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടെങ്കിൽ ആൽമാറ് സംഘടിപ്പിച്ചിട്ട് അതിന് പ്രതികാരം നോക്കുന്നതായ ആൽമാറുണ്ട്. മറുപടി കൊടുക്കൊണ്ടങ്ങ അല്ലെ, പ്രതിരോധാക്കണോ ചില ആൽമാർ മനസ്സിലാക്കണോ. സ്വഹാബത്തിന്റെ ജീവനത്തില് അല്ലെ, സ്വഹാബത്ത് പടിപാട്ട് ഇതിനെക്കാണ്ട് പ്രയാസം മുന്നൽ കഴിഞ്ഞു പോയിര്. അണ്ടെന്തും ദീനിൽ നിന്ന് അങ്ങനെ ഒന്നും മാറിപ്പോയിട്ടില്ല. അങ്ങനെ ഈമാനിൽ യാതൊരു പൊട്ടം സംഭവിച്ചിട്ടില്ല, ഒരു ദുർബലതയും അങ്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഈമാന് ഗട്ടിയായിട്ടുണ്ട്. നാളെ ദീനിൽ വിട്ടുപോണ വേണ്ടേ ചെന്നതായി ഈമാന് അങ്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഈമാന് ഗട്ടിയായിട്ടുണ്ട്, സുദൃഢമായിട്ടുണ്ട്. ആ ഒരു ചരിത്ര അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിക്ക് പടിപാട്ടി കൊടുത്തു. ഖദ് ഖലത് മിൻ ഖബ്ലികും സുനനുൻ ഫസീറു ഫിൽ അർളി ഫൻദുറു കൈഫ കാന ആകിബത്തുൽ മുകദ്ദിബീൻ. നിങ്ങൾ ಬೇಜಾರಾവണ്ട. മുന്നത്തെ ആൽമാരെ തലമുറ ഒന്ന് നോക്കി ബറു, യാത്ര ആക്കിട്ട് ബറു. ദുനിയാവുലു അഹങ്കാര കാട്ടിയതായി അല്ലെ, ദുനിയാവുലു സ്വേച്ഛാധിപത്യം നടത്തിയതായ ഭരണാധികാരിമാരെ ചരിത്രം ഒന്ന് നോക്കിട്ട് ബറു. ഖുർആൻ പടിവാട്ടി കൊടുക്കുറു അല്ലെ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ നശിപ്പിച്ചു എന്ന് നോക്കി ബറു. സീറു ഫിൽ അർദ്, ഭൂമിയിലൊന്ന് പോയി നോക്കി ബറു. എങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല റിപ്ലൈ കൊടുത്തറ നോക്കി ബറു. അല്ലാഹുവേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് പടിപാട്ടി കൊടുത്തു. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ ഔലൗന ഇൻ കുൻതും മുഅ്മിനീൻ. അല്ലേ, നിങ്ങൾ ദുഃഖിക്കണ്ട, ബേജാറാവണ്ട, വിജയത്തിര നാല് ബറു. റമളാന്റെ പോനയിൽ കടന്നു പോകുമ്പത്തു അതായിത്തിക്കറ് സ്വഹാബത്തിൽ നിന്ന് ബദരീങ്ങളിൽ നിന്ന് നമുക്ക് പാഠമുള്ളത് അല്ലേ. കുറഞ്ഞ ദുർബലമായിട്ടുള്ളേ ഒരു വിഭാഗ ആൽമാർ, എല്ലാ നിലക്കും ന്യൂനപക്ഷമായിട്ടുള്ളേ, എല്ലാ നിലക്കും യാതൊരു നിലക്കും കഴിവില്ലാത്ത ദുർബലമായിട്ടുള്ള വിശ്വാസിമാര് അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിച്ചാണ്. ചരിത്രം കൊണ്ടുണ്ട് വിശുദ്ധ ഖുർആനും ആ നാലര വിഷയത്തിൽ പടിവാട്ടിത്തന്റെ യൗമുൽ ഫുർഖാൻ, യൗമൽ തഖൽ ജംആൻ, രണ്ട് പരസ്പര സംഘ അതാ ഏറ്റുമുട്ടിയതായ കൂട്ടിമുട്ടിയതായ ആ ഒരു യുദ്ധ യൗമുൽ ഫുർഖാൻ, സത്യത്തിനെയും അസത്യത്തിനെയും വേർതിരിക്കുന്നതായ ഒരു നാൾ, ബാത്തിലും ഹക്കും ബാത്തിലും വേർതിരിക്കുന്നതായ ആ ഒരു നാള് അതായിത്തിക്കറ്
ബദർ യുദ്ധ ചെല്ലത്. ആ യുദ്ധ കടന്നുപോയത്. ആ യുദ്ധത്തിൽ നിങ്ങൾക്ക് ചരിത്രത്തിൽ ഒരുപാട് പഠിക്കുന്നുണ്ട് സഹോദരന്മാരെ. ഞങ്ങളെ ഈമാൻ അതിൽ യാറാവും. ഈമാൻ കൂടെ സത്യവിശ്വാസിമാരെ ഈമാൻ ദൃഢമാവകായിട്ടിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്ര പടിപാട്ടിത്തണ്ടേ. ഞങ്ങളെ ഈമാൻ ഗട്ടിയാവും. ദുർബലമായിര് ഈമാൻ ഗട്ടിയാവും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടിട്ട് ജീവിച്ചെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തിൽ സബുറാക്കിട്ട് ജീവിച്ചെങ്കിൽ അങ്ക് കിട്ടുന്നതായ പ്രതിഫലമായി തിക്കർ വിജയം ചെല്ലത്. അതിൽ സംശയമേ ഇല്ല അല്ലേ. ഒരുപാട് പ്രയാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്തിൽ പ്രബോധന ആരംഭിച്ചത് മുതൽ അവിടുത്തെ സത്യവിശ്വാസിമാർക്ക് ഓരോ നാളും പ്രയാസത്തിന് മേൽ പ്രയാസായിട്ടുണ്ട് അല്ലെ. ജീവിക്കവൂ സമ്മതിച്ചോണ്ടില്ലാത്ത അവിശ്വാസിമാരായ മുശ്രിക്കുമാരായ ആൾമാര്, നാട് കടത്തിയതായ ആൾമാര് അല്ലെ, എപ്പോഴും പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിച്ചതായ ആൾമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സഹായിച്ചാണ്. ശുഐബ് അബീ താലിബിൽ 3 വർഷത്തോളം ഭക്ഷണമില്ല മാറി ഇലയും പുല്ലും തിണ്ടെത്ത് ജീവിച്ചതായ സ്വഹാബത്ത്, അത്രയും ബുദ്ധിമുട്ടുള്ളതായ സ്വഹാബത്ത് അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല പെർമിഷൻ കൊടുക്കുറു. മക്കത്തേക്ക് പോകൂ, ഹിജ്റ പോകൂ, പെർമിഷൻ കൊടുക്കുറു. മദീനത്തേക്ക് പോറും നിങ്ങ. അങ്ങനെ അവിടെ പോയാൽ മദീനത്തേക്ക് പോയിട്ടും ഈ ശത്രുമാറുന്നതും ഉപദ്രവത്തും ബുദ്ധിമുട്ടും അത് ഉപദ്രാക്കുന്നതിൽ നിന്ന് പിന്മാറിയിട്ടില്ല. എല്ലാ നിലക്കുള്ളതായ ബുദ്ധിമുട്ടുണ്ടാക്കിയതായ ആ ഒരു വിഭാഗ അല്ലാഹു സുബ്ഹാനഹു വ തആല പെർമിഷൻ കൊടുക്കുന്നു. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ വഅന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. അല്ലേ, നിങ്ങൾ പ്രയാസപ്പെട്ടാർ, ബുദ്ധിമുട്ടിയതാർ, ഇനി നിങ്ങൾ അധികമായിട്ട് ക്ഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കും പെർമിഷൻ തന്നത് അല്ലാഹു തിരിച്ചടിക്കുള്ളതായ പെർമിഷൻ കൊടുത്തുരു. അങ്ങനെ ആയിട്ട് 13 വർഷം കഴിഞ്ഞാൽ പിന്നെ 1-2 വർഷമല്ല, ഒരു തിങ്കളൊന്നുമല്ല, അത്രയും സഹിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പെർമിഷൻ കൊടുക്കുറു അല്ലേ. എന്തായിത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല അൻകുള്ളതായ വിജയത്തിന്റെ ലക്ഷ്യം എന്തായിത്തിക്കർ. കുറഞ്ഞ ആൾമാർ ചരിത്ര ചൊല്ലു ഞാൻ ഉദ്ദേശിക്കില്ല, എല്ലാവരും നല്ല പോലെ ചരിത്രം മനസ്സിലാക്കിയതായ ആൾമാരായിത്തിക്കറ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരീക്ഷണ പണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വിജയിപ്പിക്കറാണ്. എന്തായിത്തിക്കറ് അങ്ങനെ കുറഞ്ഞതായി യാതൊരു നിലക്കുള്ളതായ ഒരു വലിയ ഒരു സംഘത്തിനെ വിജയിച്ചെടുക്കുക അങ്ങനെ കൊണ്ടൊന്നും സാധ്യല്ല. ന്യൂനപക്ഷമായി തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആത്മധൈര്യം കൊടുക്കുറു. എങ്ങനെയായിത്തേക്കറ് ആത്മധൈര്യം കൊടുക്കുറേ, അങ്ങനെ മനസ്സിക്ക് റഹാത്ത് കൊടുക്കുറു, അങ്ങനെ മനസ്സിക്ക് സ്ഥിരത കൊടുക്കുറു. എന്തുകൊണ്ടു അല്ലാഹു സുബ്ഹാനഹു വ തആല പടിപാട്ടി തന്റെ ഖദ് കാന ലക്കും ആയത്തും ഫീ ഫിഅതൈൻ ഇൽതഖത. 2 സൈന്യ, മുശ്രിക്കീങ്ങളെയും വിശ്വാസിമാരെയും 2 സൈന്യ ഏറ്റുമുട്ടുമ്പോൾ അതിൽ ആയത്തുണ്ട്, പഠിക്കുന്നുണ്ട്, ചമ്മ ദൃഷ്ടാന്തമുണ്ട്. ഫീ ഫിഅതൈൻ ഇൽതഖത ഫിഅതുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്. ഒന്ന് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധാക്രതായ ഒരു വിഭാഗം, വഉഖ്റാ കാഫിറത്തുൻ ഒരു വിഭാഗം കാഫിരീങ്ങളായി തിക്കറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലേ എത്രമാ ആയിരക്കണക്കിൽ ആയിരത്തോളം വേണ്ടതായ വലിയ ഒരു സൈന്യത്തെ 300 ചില്ലാന വേണ്ടേ വിശ്വാസിമാരെ സൈന്യത്തുക്ക് അല്ലെ യാതൊരു ആയുധബലമില്ല, ദുർബലമായിട്ടില്ല. വാന്തും അതില്ല, നിങ്ങൾ ദുർബലമാരായി തിക്കറാറ് ചെന്ന് വിശുദ്ധ ഖുർആൻ പടിപാട്ടിയതായ ആ ഒരു സംഘത്തെ ശത്രുപക്ഷത്തുള്ളതായ ആൾമാർക്ക് യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ. അങ്ങനെ കണ്ണുകൾ അത് ഇരട്ടിയായിട്ട് തോന്നിട്ട് അല്ലേ. ഈ 300 ആള് 3000 4000 30,000 ആളുമാറായി തങ്ങളെ കണ്ണുകൾ കണ്ടെത്ത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി കൊടുത്തതായ സഹായായിത്തിക്കറ്.
അങ്ങ് പേടിയുണ്ടായിട്ട്, അങ്ങനെ ശബ്ദന്മാരെ ഹൃദയത്തിൽ പേടിയുണ്ടായിട്ട് അല്ലേ. ഇണ്ട് വിശ്വാസിമാർ ലോകത്ത് എത്രയോ ആയിരക്കണക്കിൽ കോടിക്കണക്കിലുണ്ട്. ഇണ്ട് അത്തരത്തിലുള്ളേ ഒരു യുദ്ധമിനെ ആവുണ്ടായെങ്കിൽ എന്തായിത്തിക്കു സഹോദരന്മാരെ മുസ്ലിം സമുദായത്തിലെ ആ ഒരു മനസ്സിലുള്ളതായ ഈമാൻ എന്തായിത്തിക്കുന്നു ആലോചിച്ചു നോക്കൂ അല്ലേ. സത്യവിശ്വാസിമാർ ബദ്രിലുള്ള ബദ്രീങ്ങളുടെ ആദർശം ഒന്നായി തിന്ത്, അങ്ങനെ ഈമാൻ ഒന്നായി തിന്ത് അല്ലേ. അങ്ങനെ വിശ്വാസ അങ്ങനെ ഈമാൻ ഒന്നായി തിന്ത് അള്ളാഹുരെ മാത്ര ഇബാദത്തെടുക്കുന്നതായ ആ ഒരു വിശ്വാസവും ആദർശവും അങ്ങനൊട്ടിಗಿಂತ ഇണ്ടെങ്ങാനും മുസ്ലിം സമുദായത്തിലെ ആൾമാർ ഒട്ടിಗೆ കൂടിയಂತಾയെങ്കിൽ എന്ത് അവസ്ഥ ആയിത്തിപ്പു സഹോദരന്മാരെ അല്ലേ. എന്ത് ആദർശമുണ്ട് സഹോദരന്മാരെ. അങ്ങനെ ഹൃദയത്തിൽ എത്ര ഈമാനിക്കൂ അള്ളാഹു അല്ലാത്തങ്ങളൊട്ടിಗೆ പ്രാർത്ഥിക്കുന്നതായ ഒരു വിഭാഗം ആൾമാർ അല്ലേ. കിട്ടിയേ ബിംബത്തിന് മുന്നിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നതായ ആൾമാർ, ഹൃദയത്തിൽ ഈമാനില്ലാത്ത ആൾമാർ, വ്യഭിചരിക്കുന്നതായ കുറെ ആൾമാർ, നിസ്കരിക്കാത്ത കുറെ ആൾമാർ, ഇങ്ങനെയെല്ലാം ഒട്ടിಗೆ കൂടിയಂತಾയെങ്കിൽ ഒരു വിജയം നമുക്ക് ഉണ്ടാകുമോ? ഒർക്കത്തുക്കും ഉണ്ടാവുക സാധ്യമില്ല. ആൽബല കൊണ്ടുത്തു ഒർക്കത്തുക്കും വിജയമില്ല. മനസ്സിലാക്കണോ ഇസ്ലാമുരെ വിജയത്തിരെ ഹിസ്റ്ററി ഞങ്ങൾ പരിശോധിച്ചു നോക്കിയಂತಾയെങ്കിൽ ഞങ്ങളെ ആൽബലന്തുമല്ല, ഞങ്ങളെ പൈസയുമല്ല. മനസ്സിലാക്കണം ഞങ്ങളെ ഈമാനായിത്തേക്കറ ഈമാൻ ഇന്നുണ്ടായെങ്കിൽ വിജയമുണ്ടോ? ഈമാനില്ലാത്ത എല്ലാരെയും ആൽമാരെ സംഘടിപ്പിച്ചത് കൊണ്ടൊത്തു, ഞങ്ങൾക്കൊരു ಹೋರಾಟ നടത്തിയത് കൊണ്ടൊത്തു വിജയം കിട്ടണോണ്ടില്ല. ഈമാനുള്ള ആൽമാര് ആ രൂപത്തിൽ സജ്ജീകരിക്കണം. അങ്ങനെ ഈമാൻ, അങ്ങനെ ആദർശം, അങ്ങനെ തൗഹീദ് അത് ഉറച്ചെങ്കിൽ മാത്രമേ വിശ്വാസിക്ക് വിജയമുണ്ടാവില്ല. ഉണ്ടായെങ്കിൽ വിജയമില്ല. അള്ളാഹുവൊട്ടിಗೆ ഇസ്തിഗാസ പ്രാർത്ഥനാക്കുന്നതായ ഒരു വിഭാഗം ഉണ്ടാവണോ അല്ലേ. ഇന്നെങ്കിലും ഒരു പ്രശ്നിക്കുമ്പോ ഇന്റെ തർക്കത്തിന് പോയിട്ട് ദ്വാരം തയ്ത്തിക്കറ് പണ്ടത് പിന്നെ എങ്ങനെ വിജയമുണ്ടാവൂ സഹോദരന്മാരെ? ഒർക്കത്തുക്കുമില്ല അല്ലേ. മനസ്സിലാക്കുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആന്നത് അല്ലാഹുവൊട്ടിಗಾಯ್ತಿക്കറ്, ഇസ്തിഗാസ നടത്തിയത് അല്ലാഹുവൊട്ടിಗಾಯ್ತಿക്കറ്. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. നിങ്ങൾ അല്ലാഹുവൊട്ടിಗೆ ഇസ്തിഗാസ ആക്കിയാർ, ദുആർനാർ പ്രാർത്ഥിച്ചാർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കറ്, കൈ ഉയർത്തിട്ട് പ്രാർത്ഥന ആക്കിയിട്ടുണ്ടു. തന്റെ ഷോൾഡറിലുള്ള ഷാലങ്ങ് കീഴുപോൾ തട്ട കീഴുപോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു എടുത്തിട്ട് വീണ്ടും തട്ടയിട്ട് കൊടുക്കൂ. അല്ലാഹുവിന്റെ ദുആർക്ക് അങ്ങനെ ആത്മാർത്ഥമായിട്ടുള്ള ദുആ ഇത്തിക്കറ്. റബ്ബക്കും ഫസ്തജാബ ലക്കും. ഞങ്ങൾ ഉത്തരം നൽകിയ അന്നീ മുമിദ്ദുകും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ഞങ്ങ മലക്കുമാരെ നിങ്ങൾക്ക് ഇറക്കി തന്ന, നിങ്ങൾ പ്രാർത്ഥിച്ചാർ, നണ്ടൊട്ടിക്ക് നിങ്ങൾ ഇബാദത്താക്കിയാറ് അല്ലേ. അല്ലാഹു റസൂൽ പ്രാർത്ഥനാക്കർ. അല്ലാഹു ഇത് ആദർശത്തിലെ ഒരു സംഘമായി തിക്കറ്, ഈമാനുള്ള ഒരു സംഘമായി തിക്കരുത്. അങ്ങനെ ചെല്ലവുള്ളതായ ഒരു ക്വാളിറ്റി യോഗ്യത ഞങ്ങൾക്ക് വേണു. ഞങ്ങൾ ഈമാനുള്ളതായ ആൾമാരായി തിക്കറബേ. അല്ലാഹുവേ ഞങ്ങൾ ഇവിടെ ഒട്ടിಗೆ കൂടിയിട്ടുള്ള ഈമാന്റെ ആൾമാർ, ഈ ഒരു സംഘ അല്ലെ. അല്ലാഹുവേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനാക്കറ്, ഞങ്ങളെ ഈ ഒരു സംഘ അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ, ഈ ഒരു സംഘത്തെ നശിപ്പിച്ചിട്ടായെങ്കിൽ മിൻ അഹ്ലിൽ ഇസ്ലാം, ഇസ്ലാമുരെ ഈ രാജ്യത്തില് ഈ ആൽമാരെ നശിപ്പിച്ചിട്ടായെങ്കിൽ ഫലാ തുഅബദ് ഫിൽ അർദി അബദ. അല്ലാഹുവേ ഇതിന്റെ ആരാധനാക്കു ഇനി ആരും ഉണ്ടാവല്ലേ. ഇത് ഏറ്റവും നല്ല ഈമാനുള്ള വിശ്വാസിമാരായിട്ട് മുഹാജിർമാരും അൻസാരിമാരുള്ളതായ ഈ ഒരു സംഘ ഇതിനെ നശിപ്പിച്ചിട്ടായെങ്കിൽ അല്ലാഹുവേ നിന്റെ ഇബാദത്താക്കുക ഈ ലോകത്ത് ഒരാളും ഉണ്ടാവല്ലേ അല്ലേ. ഈ ഒരു ആദർശ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവരെ മാത്ര ആരാധനാക്കുകയായി അല്ലേ. എന്തായിട്ടിക്കറുണ്ട് സഹോദരന്മാർ മനസ്സിലാക്കുക. എത്രയോ ആൾമാർ അല്ലാഹു അല്ലാത്തങ്ങളെ വെച്ച് പ്രാർത്ഥിച്ചോണ്ടുള്ള, സഹായ തേടിയോണ്ടുള്ളാറ്, അങ്ങനെ ആവശ്യങ്ങൾ ചെന്നോണ്ടുള്ളാറ്. ബക്കത്തുള്ളേ മുശ്രിക്കി അബൂ ജഹൽ അല്ലേ, മറുപക്ഷത്തുള്ളതായ കാഫിരീങ്ങളായ ആൾമാർ അങ്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? മനസ്സിലാക്കണോ. ഇവിടെ എന്തിന്റെ പേരിലായിത്തിക്കറ് ബദർ യുദ്ധം നടന്നത് എന്തിന്റെ പേരിലായിത്തിക്കറ് സഹോദരന്മാരെ? അല്ലാഹു ഉണ്ടോ ഇല്ല ചെന്ന വിഷയത്തിലല്ല.
അങ്ങ് അള്ളാഹു ഒരു ആരാധനാക്കാർ, ഞങ്ങൾ അള്ളാഹു ഒരു ആരാധനാക്കില്ല, അങ്ങനെ എന്തുമല്ല. അങ്ങ് അള്ളാഹു ഒരു ആരാധനാക്കില്ല, ഞങ്ങൾ മാത്രം ആരാധനാക്ക, അതുകൊണ്ട് യുദ്ധായിരതല്ല. പിന്നെ അള്ളാഹുൽ അങ്കും വിശ്വാസമുണ്ട്. അബൂജഹൽ വെച്ച് പ്രാർത്ഥനാക്കർ, അള്ളാഹുവേ നിന്റെ യഥാർത്ഥ സംഘത്തെ രണ്ട് സംഘമുണ്ടൂടെ, അതില് യഥാർത്ഥ നിന്റെ മാർഗത്തിലുള്ളതായ ഈ രണ്ട് സംഘത്തിൽ ഏതായി തിക്കർ വിജയിപ്പിക്കേണ്ടതായത് അത് നീ വിജയിപ്പിക്കണ റബ്ബേ. അള്ളാഹുരൊട്ടിക ദുവാർക്കര് അല്ലേ, മുശ്രിക്കീങ്ങോ ദുവാർക്കതായി തിക്കറ്. പിന്നെന്തായി തിക്കറ്? ആദർശം എന്തായി തിക്കറ്? അങ്ക് അള്ളാഹുരൊട്ടിക മാത്ര ഇബാദത്തെടുക്കുന്നത് അങ്ക് പരിചയമില്ല അല്ലെ, അള്ളാഹു അല്ലാത്തങ്ങവും അങ്ക് പേനു. വിശ്വാസിമാർക്ക് അള്ളാഹു മാത്രമയോ എല്ലാത്തും ഇബാദത്തെടുക്കും പ്രാർത്ഥിക്കും അല്ലെ, അള്ളാഹു മാത്ര സഹായത്തോടും അള്ളാഹു മാത്രമയോ അങ്ക് അള്ളാഹു അല്ലാത്തങ്ങവും പേനും അള്ളാഹും പേനും അള്ളാഹും പേനും അള്ളാഹു അല്ലാത്തങ്ങവും പേനും അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനാക്കുമ്പോഴത്തേക്കു അങ്ങ് കേട്ടത് അജഅലൽ ആലിഹത ഇലാഹ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. എല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ പ്രബോധനാക്കുമ്പോൾ അങ്ങ് കേട്ട ചോദ്യായിട്ട് അജഅലൽ ആലിഹത ഇലാഹ വാഹിദ, എല്ലാ പഠിച്ചോന്മാരെ വിട്ടിട്ട് ഒരേ ഒരു പഠിച്ചോണ്ട് ആരാധനാക്കുന്ന ചെൽറമാ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഇതൊരു അത്ഭുതമായിട്ടുള്ള ഒരു വലിയ വിഷയമായിട്ട് പൽക്കല്ല ചെന്ത് വിശുദ്ധ ഖുർആൻ നമുക്ക് പടിപാട്ടിത്തണ്ട്. അപ്പൊ ഒരേ ഒരു റബ്ബറെ ആരാധനാക്കുക അങ്ങനെ മനസ്സ് വന്നിട്ടില്ല. പ്രാർത്ഥന അള്ളാഹുരൊട്ടിಗೆ ആക്കിക്കൊണ്ടിരുന്നാറ് അല്ലെ. ഏത് സന്ദർഭത്തിലും അള്ളാഹുവിൽ എനിക്ക് വിശ്വാസമുണ്ടു ആയെങ്കില് അങ്ങ് അള്ളാഹുരെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയില്ലേ. അള്ളാഹുരെ എങ്ങനെ ഇബാദത്താക്കണോ ചെല്ലത് യഥാർത്ഥ രൂപത്തിൽ അങ്ങ് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് സഹോദരന്മാർ മനസ്സിലാക്കണു, ഈ ഒരു ബദരീങ്ങളുടെ ആദർശ അത് എന്തരേ, അത് ഈമാനായി തിക്കറ്, കരകളഞ്ഞ ഈമാനായി തിക്കറ്. അള്ളാഹുരൊട്ടിಗೆ മാത്ര ഇബാദത്തെടുക്കുന്നതായി പ്രാർത്ഥിക്കുന്നതായി ആ ഈമാൻ അത് സത്യവിശ്വാസിമാർക്കുണ്ടോ. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ളതായി ഈമാനുള്ളതായി വിശ്വാസിമാരെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവരെ സൂക്ഷിച്ച് ജീവിക്കണോ ചെന്ത് നിങ്ങളൊട്ടിಗೆ ನಾನು വസിയത്താക്കിയിട്ടുള്ള ഉപദേശാക്കിയിട്ടുള്ള പരിശുദ്ധ റമളാൻ തിങ്കൾ പൂനെയിൽ കടന്നു പറമ്പത്തു മുസ്ലിം സമുദായത്തിൽപ്പെട്ടതായ പല ആൽമാർ ഒരു ആഘോഷമായിട്ട് സ്വീകരിച്ചിട്ടുള്ള ബദരീങ്ങളെ ആണ്ട് ചെന്ത് ബദരീങ്ങളെ പേരിൽ ഒരുപാട് സ്വലാത്തും ബൈത്തും മൗലിദും എല്ലാം ആഘോഷിച്ചിട്ട് ഒരു വലിയ ഉത്സവമായിട്ട് നടത്തിയിട്ടുള്ള ഞാൻ പറഞ്ഞതുപോലെ ബദരീങ്ങളെ ആദർശവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങ് എന്ത് പേനായിട്ടായിത്തിക്കറ് ബദർ യുദ്ധത്തിലെ യുദ്ധാക്കുക പോയത് ഒരു ലാ ഇലാഹ ഒരു ആദർശ വിജയിപ്പിക്കുക പേനായിട്ട് മാത്രമായിത്തിക്കറ് വേറെ ഒരു നിലക്കുള്ളതായി ഫായിദമെടുക്കുകയല്ല അള്ളാഹുര മാർഗത്തിലങ്ങ യുദ്ധത്തിക്ക് പോയിട്ടുള്ളത്. മുസ്ലിം സമുദായത്തിലെ ആൽമാര് ഇത്തരത്തിലുള്ള ബദരീങ്ങളെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുക സാധ്യ. ബദരീങ്ങളായിട്ടിക്കറ് എല്ലാത്തുക്കും ഞങ്ങളെ കാക്കണായത് അങ്ങനെ കടം നീക്കി കൊടുക്കുന്നതും പ്രയാസത്തെ ദൂരീകരിക്കുന്നതും പ്രസവപർമ്മത്തും എല്ലാം ബദരീങ്ങളൊട്ടിಗೆ വിളിച്ചിട്ട് പ്രാർത്ഥനാക്കുന്നതായ ഒരു ദുരവസ്ഥ ഞങ്ങളെ സമുദായത്തിൽ നടന്നുകൊണ്ടുണ്ട്. സഹോദരന്മാരെ മനസ്സിലാക്കുന്നു, ബദരീങ്ങള് ആദർശവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓരോ വർഷ കഴിയുമ്പത്തുകു പുതിയതായ ഓരോ തട്ടിപ്പും നടന്നുകൊണ്ടുണ്ട്. ബദരീങ്ങളെ പേരിൽ പണമുണ്ടാക്കുന്നതായ എത്രയോ ആൽമാറുണ്ട്. 313 രൂപ കൊടുത്തും അതുപോലെ ഫുഡുണ്ടാക്കിയിട്ടും നേർച്ച വഴിപാട് നടത്തിയിട്ടും ആ ഒരു ആഘോഷാക്കിക്കൊണ്ടുള്ള സഹോദരന്മാരെ മനസ്സിലാക്കും. ഇത് ബദറുമായിട്ട് ബദരീങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതായ കാര്യങ്ങളായിട്ട് ഒരുപാട് കള്ളക്കഥകൾ
ഇസ്ലാമുറ പേരിൽ ബദരീങ്ങളെ പേരിൽ നടത്തിക്കൊണ്ടുള്ളാറ് ബദരീങ്ങൾ കാക്കറ് ചെല്ലതായ ഉദ്ദേശത്തിൽ ഔത്തു അകപ്പ പന്താക്കിത്ത് പോകുമ്പത്തുക്കു തവക്കുലാക്കുന്നത് ബദരീങ്ങളായി തിക്കറ് ബദരീങ്ങളെ പേര് ചെന്നായി തിക്കറ് ബദർ മൗലൂദിൽ നമുക്ക് കാണുക സാധ്യ ಅವರು അല്ലേ ഒരു സഹോദര ഹജ്ജിಗೆ പോകുമ്പത്തുക്കു ബദർ മൗലൂദിൽ അറബിയിലെ വേർഡ് എടുത്ത് നമുക്ക് നോക്കിയിട്ട് കാണുക സാധ്യ ಅವರು ഹജ്ജിಗೆ പോകുമ്പത്തുക്കു തവക്കുലാക്കിത്ത് പോണ്ടത് ബദരീങ്ങളായി തിക്കറ് ബദരീങ്ങളെ പേര് ഔത്തുറ ഡോറ മുന്നൽ 10 വാട്ടിതായി തിക്കറ് അയാള് ഓടിക്ക് പോണ്ടേ ഹജ്ജിക്ക് പോണ്ടേ അങ്ങനെ ഒരു നാള് ഇതാ കള്ളന്മാർ ബണ്ടാർ ഔത്തുക കള്ളന്മാർ ബണ്ടാർ അയാൾ ഔത്തുക അയാൾ ഹജ്ജിക്ക് പോണ്ട് കൊന്തായിര് ഔത്തുൽ ആറ് ഇല്ലാണ്ട് കൊന്തായിര് അങ്ങനെ കള്ളന്മാർ പറമ്പത്തുകു അതാ ഔത്തുലു ഡോർ ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ 19 അവിടെ എന്താ സൗണ്ട് കേക്കറ് തൽവാറ് സൗണ്ട് കേക്കറ് ഭയങ്കര തൽവാറ് ഭീഷരതായ സൗണ്ട് കേക്കറ് അങ്ങനെ കേൾക്കുമ്പത്തുകു ആരോ ഉണ്ടിട്ടങ്ങ് വിചാരിക്കാറ് കള്ള തിരിച്ചു പോണ്ടു പിറ്റാണ്ടും അതേപോലെ പണ്ട് കള്ളന്മാർ കണ്ടാറ് അപ്പോഴും ഇതുപോലത്തെ സൗണ്ട് കേക്കറ് അങ്ങനെ 2-3 നാൾ വന്നപ്പ ഇങ്ങനെ സൗണ്ട് കേൾക്കുമ്പോ വിട്ടു നിണ്ടാറ് അവസാന ഈ ഹജ്ജിക്ക് പോയതായ ആ വ്യക്തി ബർമ്പത്തുക അയാളുടെ കേക്കറാറ് അല്ലേ ಅದರ ನೇದಾವು ಕೇಕ್ರು ಕಲ್ಲನ್ಮಾರ ನೇದಾವು ಕೇಕ್ರು ಎಂದ್ರಾಯ್ತಿಕ್ರು ನಿಂಗ ಔತ್ತುಲು ಬಿಟ್ಟು പോയി അല്ലെങ്കിൽ എന്തായിത്തിക്ರು നിങ്ങ പോമ്പത്തുകു ഹജ്ജിയെ പോകുമ്പത്തു നിങ്ങൾ ആരായിത്തിക്കൂടെ വിട്ടുപോയിട്ടില്ലേ അപ്പൊ അയാൾ ചെല്ലു ഞാൻ ആരെയും വിട്ടുപോയിട്ടില്ലേ നാന് ബദരീങ്ങളെ പേര് ഏതാ ഡോറിൽ ഞാൻ 10 വാട്ടി പോയിര ഒരു കടലാസിൽ എഴുതി പോയിര നാണ് ഓ അപ്പൊ അയാൾ വിചാരിക്കും മയ്യാവും വേറെന്തും വേണ്ട ഇതുകൊണ്ടായിത്തിക്കറോ നിങ്ങൾ ഔത്തുകുനങ്ങ കക്കൊക വർമ്മത്തുകു സാധ്യമാവാത്തത് ബദരീങ്ങളുടെ ഇന്നാറ് ബദരീങ്ങൾ കാത്തോണ്ടിത്ത് ചെല്ലേ ആ ഒരു വിശ്വാസത്തിലെ ആൽമാറായിത്തിക്കറ സഹോദരന്മാരെ ഉണ്ട് ഭൂരിപക്ഷവും മുസ്ലിമീങ്ങ അത്തരത്തിലുള്ള വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ടുള്ളാറ് നീട്ടിപ്പറയേണ്ട ആവശ്യമില്ല ഒരുപാട് കള്ളക്കറാമത്തും ബദരീങ്ങളെ പേരിൽ നടന്നുകൊണ്ടുണ്ടു ബദരീങ്ങളെ പേരിൽ എത്രയോ ആയിരക്കണക്കില് അതാ പാവപ്പെട്ട ആൾമാർക്ക് ഭക്ഷണം കൊടുത്തോണ്ടുള്ളാർ അതിന്റെ പേരില് അല്ലെ ഭക്ഷണം ഉണ്ടാക്കി തിന്നതായ ആൾമാർ ബദരീങ്ങ മനസ്സിലാക്കണം പട്ടിണി തെച്ചുകൊണ്ടു റമളാണ്ട് ആ പോനയല്ലേ പോല്ലു മനസ്സിലാക്കണു ആ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടതായ ബദരീങ്ങ ആ ബദരീങ്ങളെ പേരിലുണ്ട് വയറ് നിറച്ച് ചോറ് തിന്നതായി ആണ്ട് കളിക്കുന്നതായി ഒരു സമുദായ വന്നോണ്ടുണ്ട് സഹോദരന്മാരെ ഈമാൻ ദുർബലമായിട്ടുണ്ടോ മനസ്സിലാക്കുള്ളത് ബദരീങ്ങളെ ആദർശമായി തിക്കറ് അത് ഞങ്ങൾ മുറുകെ പിടിക്കണോ ബദരീങ്ങളെ ഞങ്ങ പിർസക്കാട്ടുന്നതായത് ബദരീങ്ങളെ ആദർശ ഈമാനായി തിക്കറ് ഏത് സന്ദർഭത്തിലും അള്ളാഹു ഞങ്ങളെ കൂടെ ഉണ്ടു ദുനിയാവിലും എന്ത് സംഭവം നടക്കട്ടെ മുസ്ലിമീങ്ങളെ ഒരിക്കലും ഏതൊരു ഭരണാധികാരി വന്നെങ്കിലും അള്ളാഹു തന്റെ കൂടെ ഉണ്ടു ചെല്ലതായ ദൃഢവിശ്വാസ ഒരു വിശ്വാസിക്ക് എപ്പോഴും വേണു അള്ളാഹുടെ സഹായം നമുക്കുണ്ടാവും ഞങ്ങൾ ഈമാന്റെ ആൽമാറ് ഞങ്ങളെ ഹൃദയത്തിൽ ഈമാനുണ്ട് വിശ്വാസമുണ്ട് ചെല്ലതായി ആ ഒരു വിശ്വാസം നമുക്കിന്നുണ്ടായെങ്കിൽ അതായിത്തിക്കറ് ബദരീങ്ങളെ ആദർശ ബദരീങ്ങ പടിപാട്ടിയതായി ആ ഈമാനതായിത്തിക്കറ് അങ്ങനെ ഉള്ളതായ വിശ്വാസിമാരെ കൂട്ടത്തിൽ ഞങ്ങൾ ആയിത്തീരണു അല്ലാഹു സുബ്ഹാനഹു തആല അതുള്ളതായ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ഞങ്ങൾ ആക്കിപ്പോയതായ മുഴുവൻ ദോഷത്തെ റബ്ബ് സുബ്ഹാനഹു തആല പുറത്ത് മാഫാക്കി തരുമാറാവട്ടെ ഞങ്ങളെ നോമ്പ് ഏറ്റവും നല്ല തഖ്വത്തൊട്ടിಗೆ ഈ റമളാന്റെ തിങ്കളിലെ മുഴുവൻ നോമ്പും പിടിക്കുക ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ഞങ്ങൾ ഇന്ന് രോഗം കൊണ്ടുത്തു കഷ്ടപ്പെട്ടതായ എത്രയോ സഹോദരിമാർ പ്രാർത്ഥിക്കുക വസിയത്താക്കിയതായ എത്രയോ ആൾമാരുണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ രോഗത്തെ ആ എത്ര വേഗ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ മാരകമായിട്ടുള്ളേ രോഗത്തിൽ നിന്നും അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയതായ ഞങ്ങൾ എത്രയോ സഹോദരന്മാർ ഞങ്ങളെ അപ്പുമ്മ ഞങ്ങളെ രായത്തങ്ങ ഞങ്ങളെ കുടുംബക്കാർ ഞങ്ങളെ ചങ്ങായിമാർ ഞങ്ങളെ സംഘടനാ പ്രവർത്തകന്മാർ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ പ്രത്യേകമായിട്ട് ചെല്ലകുള്ള ഞങ്ങളെ പള്ളിയിലെ കളക്ഷനായി തിക്കറ് റമളാൻ തിങ്കളായി തിക്കറ് ചെല്ലേണ്ട ആവശ്യകതയില്ല അല്ലേ റമളാന്റെ പ്രതിഫലത്തെ ചിലരുടെ ആവശ്യകതയില്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ത അഫ്ളലു സ്വതക്ക ഏറ്റവും
ഏറ്റവും ശ്രേഷ്ഠമായ സദക്ക അത് റമളാന്റെ സദക്കായി തിക്കറ്, അതിൽ സംശയമില്ല. ഒരു നോമ്പുകാരന് കൊടുക്കുന്നതായി ആ ഒരു സദക്കത്തിന് വലിയ മൂല്യമുണ്ട്, അത് കണക്കില്ല. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാക്കി തന്നതുപോലെ അള്ളാഹു ചൊല്ലി, ഞാൻ നോമ്പുകാർക്ക് കണക്കാക്കിയിട്ട് കൊടുക്കറല്ല, ഒരു കണക്കുമില്ല ഹിസാബ് നാനായി തിക്കറ് പ്രതിഫല കൊടുക്കറോ. അതുകൊണ്ടൊത്തു അള്ളാഹുരെ മാർഗത്തിൽ ഞങ്ങൾ ചെലവാക്കണോ. അള്ളാഹുരെ മാർഗത്തിൽ ചെലവാക്കിയിട്ടെങ്കിൽ ഒർക്കൊട്ടും കൊറോടിയായിട്ട് പോണ്ടില്ല. അത് അള്ളാഹുരെ വാഗ്ദാനമായി തിക്കറ്, അള്ളാഹുരെ ഭരവസായി തിക്കറ്, അള്ളാഹുമായി തിക്ക് ഞങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൽ ഞങ്ങൾക്ക് പടിവാട്ടി തന്നത്. നിങ്ങൾ എത്ര അള്ളാഹുരെ മാർഗത്തിൽ ചെലവാക്കുക. ഇതെല്ലാവരും പ്രയാസത്തിലുള്ളവർ, കഷ്ടത്തിലുള്ളവർ ഒരുപാട് ആൾമാർ മുന്നലത്തെ പോലെ എന്തുമല്ല, നാല് കടന്നുപോയിട്ടുള്ളത് പ്രയാസത്തിന് മേൽ പ്രയാസായിത്തേക്ക് ഞങ്ങൾക്ക് ഗൊന്തുണ്ടു. ആയെങ്കിലും ആ പ്രയാസിക്കുമ്പൊത്തുകു ഞങ്ങൾക്ക് കൊടുക്കുക സാധ്യമാവും. അതായിത്തിക്കറ് ഏറ്റവും വലിയ പ്രതിഫല ചന്ത് ഞങ്ങൾ മനസ്സിലാക്കിയതായിത്തിക്കറ്. അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. أقيموا الصلاة.